ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. വലിയ പണിയൊന്നുമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡെസേർട്ടല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമുക്കിതാ ഇന്നത്തെ വീഡിയോയിൽ അതുപോലൊരു ഡെസേർട്ടാണ് കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് വലിയ പണിയൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ചീസ് കേക്ക് എന്നോ പുഡിംഗ് എന്നോ എന്ത് വേണമെങ്കിലും ഇതിന് പറയാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം. അങ്ങനെ ബിസ്ക്കറ്റ് നല്ല പൊടിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മെൽട്ടാക്കിയ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് വെറ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ബട്ടർ ചേർത്താൽ മതി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഇതൊന്ന് ബേസ് ലെയറായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു പുഡിങ് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വൈറലായ ഈ ഒരു ജാപ്പനീസ് ചീസ് കേക്കില്ലേ, ഇത് ഞാനൊന്ന് ട്രൈ ആക്കി നോക്കി. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഇതിൻ്റെ പുളിയാണ് കേട്ടോ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് ഒരു നല്ല ഡെസേർട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, നല്ലൊരു ചീസ് കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ട് ഇത്. അപ്പോൾ നമ്മളിതാ ഈ ബേസ് ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്രീം ലെയർ റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമുള്ളത് കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ സ്റ്റിഫ് ആക്കിയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിനൊക്കെ നമ്മൾ സ്റ്റിഫായി ബീറ്റ് ചെയ്യൂലേ, അതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു ചീസ് കേക്ക് റെഡിയാക്കാനായിട്ട് നമ്മൾ ഒരു യോഗട്ട് മിക്സാക്കി വെച്ചിട്ടില്ലേ, യോഗട്ടിൽ ബിസ്ക്കറ്റ് കുത്തി വെച്ചത്, അത് അല്ലെങ്കിൽ അതുപോലുള്ള യോഗട്ട്. ഇനി നമുക്ക് പിന്നെ ചീസ് കേക്ക് പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രീം ചീസ് ആണ് കേട്ടോ. ക്രീം ചീസ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ചീസ് കേക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. നല്ല കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചീസ് കേക്ക്. അപ്പോൾ ഞാനിവിടെ യോഗട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെതൊരു പുഡിംഗ് സ്റ്റൈൽ കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആയിട്ട് വന്നത്. അപ്പോൾ ഈ ക്രീം ലെയർ റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കോ പൗഡേർഡ് ഷുഗറോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ യോഗട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. യോഗട്ടും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ആ ലെയർ നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചില്ലേ ഫ്രിഡ്ജിൽ, അതൊന്ന് പുറത്തേക്ക് ഇട്ട് അതിൻ്റെ മേലേക്ക് ഈ ക്രീം ലെയർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഗാർണിഷ് ചെയ്യാനും വേണ്ടി പൊടിച്ച ബിസ്ക്കറ്റ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ ബിസ്കോഫിൻ്റെ സ്പ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. കുറച്ച് ബിസ്ക്കറ്റ് പൗഡർ ഇതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ചീസ് കേക്ക് ഇതാ, അല്ലെങ്കിൽ ചീസ് പുഡിങ് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതൊരു 6 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. മിനിമം 6 മണിക്കൂർ. അങ്ങനെ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടി ഞാൻ ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.